+1 എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ +1 ബയോളജിയിൽ 2 ചാപ്റ്റേഴ്സിലായിട്ട് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് നമ്മളുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ പ്ലാസ്റ്റിഡ്സിൻ്റെ സെക്ഷനിലും, രണ്ടാമത് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ് വരുന്നുണ്ട്. ഈ 2 ചാപ്റ്ററിലും കൂടി പറയുന്നത് കൊണ്ട് ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് ഷേപ്പാണ്. ഒരു ഇറ്റ് ക്യാൻ ബി എൻ ഓവൽ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ അതൊരു കപ്പ് ഷേപ്പിലാവാം. അത് ഓരോ ഓർഗാനിസത്തിൽ, ഓരോ പ്ലാന്റ് സ്പെസിമെനിൽ അത് ഓരോ പോലെ ആയിരിക്കും. എങ്കിലും നമ്മളൊരു ജനറൽ ആയിട്ട് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഓവൽ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിനെ ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇത് ക്ലോറോപ്ലാസ്റ്റ് ആയി എന്ന്. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കംപ്ലീറ്റ് ആയോ? നിങ്ങൾ തന്നെ പറയാമല്ലേ, എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? ഡബിൾ മെംബ്രെയിൻ ആണ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിംഗിൾ മെംബ്രെയിൻ വരച്ചു കഴിഞ്ഞാൽ എന്താവില്ല, ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു ഡബിൾ മെംബ്രെയിൻ ആക്കണം. അയ്യോ, ഓക്കെ. അപ്പോൾ നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിന് നമ്മൾ എന്താക്കാൻ പോവാണ്? ഡബിൾ മെംബ്രെയിൻ ആക്കാൻ പോവാണേ. ഇതിനെ എൻ്റെ ഉള്ളിലേക്കാക്കാം. ഓൾമോസ്റ്റ് ഈക്വൽ ആയല്ലേ? അപ്പോൾ ഇങ്ങനെ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിന് ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവും എത്ര മെംബ്രെയിൻ മിസ് വരച്ചു? 2 മെംബ്രെയിൻ വരച്ചല്ലോ. അപ്പോൾ ഇതാണ് മിസ്സിൻ്റെ ഔട്ടർ മെംബ്രെയിൻ. നമ്മളുടെ മിസ്സിൻ്റെ അല്ല, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഔട്ടർ മെംബ്രെയിൻ. പുറമേ ഉള്ളത് ഔട്ടർ മെംബ്രെയിൻ. ആൻഡ് ഇതിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിലോ അതാണ് അതിൻ്റെ ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ. ഇതിൻ്റെ ബിറ്റ്വീനിൽ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് പറയുന്നില്ല. ആൻഡ് ഇവിടെ ഒരു ഔട്ടർ മെംബ്രെയിന്, ഒരു ഇന്നർ മെംബ്രെയിനും വന്നു കഴിഞ്ഞു. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഈ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ മാത്രമാണോ ഉള്ളത്? ആൻഡ് നമ്മളുടെ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ലീഫിൻ്റെ അനാറ്റമി പഠിച്ചപ്പോൾ ലീഫിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ പാലിസീഡ് മീസോഫിൽ ടിഷ്യൂ, അതുപോലെ സ്പോഞ്ചി മീസോഫിൽ ടിഷ്യൂ ഉണ്ടായിരുന്നു. ഇതിൽ ഓരോന്നിലും ഇങ്ങനെ ഡോട്ടായിട്ട് നമ്മൾ വരച്ചതാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ഈ ക്ലോറോപ്ലാസ്റ്റിനെ, ഒറ്റൊരു ക്ലോറോപ്ലാസ്റ്റിനെയാണ് നമ്മളിവിടെ വരച്ചത്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരുപാട് മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് തിന്നായിട്ടുള്ള ഇങ്ങനെ മെംബ്രെയിൻസ് ഉണ്ട്. ഈ മെംബ്രെയിൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതൊരു നമ്മളുടെ ഒരു 5 രൂപയുടെ ഒക്കെ ഒരു കോയിന് ഇങ്ങനെ നമ്മൾ അട്ടിക്ക് വെക്കില്ലേ? അങ്ങനെ അട്ടിക്ക് വെച്ചാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെയാണ് ഇവിടെ മെംബ്രെയിൻ ഇരിക്കുന്നത്. and നമ്മൾ പറയുന്നത് പൈൽ ഓഫ് കോയിൻസ് എന്നാണ് ഈ മെംബ്രെയിൻസിന് നമ്മൾ പറയുന്നത്. കാരണം കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മളുടെ ആരിയ്ക്കുന്നത്? ഈ മെംബ്രെയിൻസ് ഇരിക്കുന്നത്. നമ്മൾ കുറേ നേരമായിട്ട് മെംബ്രെയിൻസ് എന്ന് പറയുന്നു. എന്താ ഈ മെംബ്രെയിൻ്റെ പേരെന്താ? ഈ മെംബ്രെയിൻ്റെ പേരാണ് തൈലക്കോയിഡ്. ഓക്കെ, തൈലക്കോയിഡ് മെംബ്രെയിൻ. ഒന്നുമില്ല, ഒരു മെംബ്രെയിൻ പോലത്തെ ഒരു സ്ട്രക്ചർ ഒരുപാട് ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതൊരു കോയിൻസ് അട്ടി മാത്രമാണുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് എന്തുണ്ടാകും? പൈൽസ് ഓഫ് കോയിൻസ് ഉണ്ടാകും. ഈ കോയിൻസ് നമ്മൾ 5 രൂപയുടെ കോയിനാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ലാതെ എന്താണ്? തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇവിടെ ഒന്ന് മാത്രമല്ല, ഇവിടെ എന്തുണ്ട്? ഒരുപാട് എണ്ണം ഇതേപോലത്തെ സ്ട്രക്ചർ അല്ലേ? ഒരുപാട് മെംബ്രെയിൻസ് ഇവിടെ ഇങ്ങനെ കോയിൻസ് ആക്കി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മളുടെ തൈലക്കോയിഡ് മെംബ്രെയിനെ പഠിച്ചു. തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെംബ്രെയിൻ സ്ട്രക്ചറാണ്, ഇങ്ങനെ കോയിൻസ് പോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ കോയിൻസ് ആക്കി അടുക്കി വെച്ചിരിക്കുന്നതിന് ഇതിന് വേറൊരു പേര് പറയും. ഓക്കെ, ഇങ്ങനെ കോയിൻസ് ആക്കി അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയും ഗ്രാന. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. യെസ്, ഇനി ഈ ഗ്രാന ഇപ്പം നമ്മളുടെ തൈലക്കോയിഡ് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാൽ അതിനെന്ത് പറയും? ഗ്രാന എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലേ? ഇവിടെ ഈ സ്പേസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വെറുതെ സ്പേസ് മാത്രമല്ല, അവിടെ ഉള്ളിൽ വീണ്ടും ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഒരുപാട് എൻസൈംസ് ഉണ്ട്, ആൻഡ് റൈബോസോംസ് ഉണ്ട്, സ്റ്റാർച്ച് മോളിക്യൂൾ ഉണ്ട്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള ഈ ഒരു ഫ്ലൂയിഡ് മാട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? The fluid matrix is called stroma. Okay, fluid matrix നെ നമ്മൾ stroma എന്ന് പറയും. stroma.
എവിടെയാണ് നമ്മളുടെ എൻസൈംസ് ഒക്കെ ഉള്ളത്. നമ്മളുടെ ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നമ്മളുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണെന്ന് നമ്മൾ പഠിക്കും. ആൻഡ് എന്തുകൊണ്ടാണ് അത് സ്ട്രോമയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി ഉപയോഗിച്ചിട്ട് സ്റ്റാർച്ചൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ ഒരുപാട് എൻസൈംസ് വേണം. ആ എൻസൈംസ് ഒക്കെ ഉള്ളത് എവിടെയാണ്? സ്ട്രോമയിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമയിൽ നടക്കുന്നത്. ആൻഡ് ഈ കോയിൻസ് തമ്മിൽ ബന്ധമൊന്നും ഇല്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല, ഇവർ തമ്മിൽ എന്തുണ്ട്? ഇവർ ഓരോരുത്തരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇതൊരു ഗ്രാനയാണല്ലോ, ഇത് വേറെ ഗ്രാനയാണ്, ഇത് വേറെ ഗ്രാനയാണ്, ഇത് വേറെ ഗ്രാനയാണ്. ഈ എല്ലാ ഗ്രാനകൾ തമ്മിൽ, ഓരോ ഗ്രാനയിൽ എന്തുണ്ട്? ഒരുപാട് തൈലക്കോയിഡ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ ഗ്രാനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെംബ്രെയിൻ വേറെ ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ഗ്രാനയിൽ ഒരു തൈലക്കോയിഡ്, തൊട്ടടുത്തുള്ള ഗ്രാനയിലെ തൈലക്കോയിഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലോങ് മെംബ്രെയിൻ ഉണ്ട്. നോക്കിക്കേ, ഇവിടെയുണ്ട് കണക്ഷൻ. ഏതെങ്കിലും തൈലക്കോയിഡായിട്ട് കേട്ടോ, വേറെ വേറെ ഗ്രാനയിലുള്ള തൈലക്കോയിഡ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കണക്ഷൻസ്, ഒരു മെംബ്രെയിനസ് കണക്ഷനാണ് അവരുണ്ടാക്കുന്നത്. ആ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് സ്ട്രോമ ലാമെല്ലേ. സ്ട്രോമ ലാമെല്ലേ എവിടുന്ന് വരുന്നതാണ്? ഒരു ഗ്രാനയിലുള്ള ഒരു തൈലക്കോയിഡിനെ വേറൊരു ഗ്രാനയിലുള്ള വേറൊരു തൈലക്കോയിഡായിട്ട് കണക്ട് ചെയ്യുന്ന മെംബ്രെയിനസ് എക്സ്റ്റെൻഷൻസ് ആണ് നമ്മളുടെ സ്ട്രോമ ലാമെല്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു റെഡ് ജിലേബി ഉണ്ടാവും അല്ലേ? ഒരു റെഡ് ജിലേബി ഉണ്ടാകും നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു ജിലേബി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതെന്താ, ശരിക്കും നമ്മൾ കഴിക്കുന്ന ജിലേബിയാണോ? പ്ലാന്റ്സിന് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ബേക്കറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ്സ് അതിൻ്റെ ഉള്ളിൽ ജിലേബി കൊണ്ട് വെച്ചിരിക്കുന്നതാണോ? അല്ല, അതെന്താണ്? അത് നമ്മളുടെ സ്റ്റാർച്ച് മോളിക്യൂളാണ്, സ്റ്റാർച്ചാണത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും വേറെ കുറേ എന്തുണ്ടാകും? ഒരു നമ്മളുടെ നുറുക്കൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞി കടലയൊക്കെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ? ഇവിടെ ഇങ്ങനെ പോലത്തെ കുറേ സ്ട്രക്ചേഴ്സ് അവിടെ ഇങ്ങനെ നമുക്ക് കാണാം. എന്താണ് ഈ പോലത്തെ സ്ട്രക്ചർ? കുറച്ച് വലിപ്പമുള്ള ബോളാണ്, നല്ല ചെറുതല്ല, കുറച്ച് വലിപ്പമുള്ള ബോളാണ് നമ്മളുടെ എന്ത് പറയുന്നത്? ഓയിൽ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓയിൽ ഡ്രോപ്ലെറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബോൾസ് വേറെയുണ്ട്. വളരെ കുഞ്ഞിതായിട്ടുള്ള ഈ ബോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചിലപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിന് പോലെ കാണാം. ഓക്കെ, ചിലപ്പോൾ അതൊരു ചെയിന് പോലെ ഇങ്ങനെ ഡോട്ട് കാണാം, അവിടെ ഇങ്ങനെ ഓരോ കുത്തുകൾ കാണാം. ഇതാണ് നമ്മളുടെ റൈബോസോം. ഓക്കെ, റൈബോസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. ഓക്കെ, ഇതൊക്കെയാണ് എവിടെയുള്ളത്? നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ളത്. ആൻഡ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളത്. പക്ഷേ സെൽ ദ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തേ ഉള്ളൂ? നമുക്ക് ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ ഏതാണ്, ഗ്രാന ഏതാണ്, സ്ട്രോമ ലാമെല്ലെ ഏതാണ്, ഓക്കെ, ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മളുടെ സെൽ ദ യൂണിറ്റിൽ പറയുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ എക്സാമിന് നമ്മളൊരു ചാപ്റ്റർ മാത്രമല്ല പഠിക്കുക, രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് മിസ് ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ കംപ്ലീറ്റ് പറഞ്ഞത്. ഓക്കെ, സോ ഗ്രാന ഏതാണ്? ഇങ്ങനെ ഒരുപാട് കോയിൻസ് അട്ടിക്കിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഗ്രാന. അതിൽ ഓരോ കോയിനെയും നമ്മൾ എന്ത് പറയും? ഓരോ കോയിനെയും നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോയിൻസിൻ്റെ അട്ടിയിൽ നിന്ന് വേറൊരു കോയിൻസിൻ്റെ അട്ടിയിലേക്ക് അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം, ഒരു ബ്രിഡ്ജ്, അതാണ് നമ്മളുടെ സ്ട്രോമ ലാമെല്ലെ. ഓക്കെ, ആൻഡ് ഇവിടെയുള്ള ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് നമ്മളുടെ സ്ട്രോമ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ഫംഗ്ഷൻ എഴുതാനും വേണ്ടി ചോദിക്കും. ഫംഗ്ഷൻ നമുക്ക് ഫോട്ടോസിന്തസിസിലാണ് വരുന്നത് കേട്ടോ. ഫോട്ടോസിന്തസിസിലാണെങ്കിൽ ഗ്രാനയിലാണ് നമ്മളുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്, ആൻഡ് സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോറോപ്ലാസ്റ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്.